ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിലെ എല്ലാ റേഡിയോ നിലയങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി രൂപവൽകൃതമായി 1950 ഏപ്രിൽ 1 ട്രാവൻകൂർ റേഡിയോയെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമാക്കി മാറ്റി ഭാരത സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തത്. അങ്ങനെ അതിൻ്റെ പ്രക്ഷേപണം നിലവിലുള്ള സ്റ്റുഡിയോയിൽ, അതായത് നമ്മുടെ MLA ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പഴയ കെട്ടിടത്തിൽ തന്നെ തുടരുകയും 1952 അതിൻ്റെ പ്രക്ഷേപണം ഭക്തിവിലാസത്തിലേക്ക്, വഴുതക്കാട്ടുള്ള ഭക്തിവിലാസത്തിലേക്ക്, ആ പഴയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ഭക്തിവിലാസം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പറവൂർ TK നാരായണപിള്ളയാണ് ആകാശവാണിക്ക് നൽകിയത്. അതിൻ്റെ പ്രക്ഷേപണത്തിൻ്റെ ചുമതല വഹിച്ചതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രക്ഷേപണത്തിൻ്റെ തലതൊട്ടപ്പൻ, മലയാള പ്രക്ഷേപണത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന GPS നായരായിരുന്നു. അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു പ്രധാനപ്പെട്ട ജിഹ്വ പോലെയാണ് റേഡിയോ പ്രവർത്തിച്ചത്. പിന്നീടുള്ള കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിലും സർക്കാരിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിലും ജനങ്ങൾക്ക് ആവശ്യമായ വിജ്ഞാനവും വിനോദവും വിവരങ്ങളും പകർന്നു നൽകുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ദേശീയ തലത്തിൽ തന്നെ റേഡിയോ നിലയങ്ങൾ നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ആകാശവാണി നിലയവും പ്രത്യേകിച്ച് തിരുവനന്തപുരം നിലയവും പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ നിർവഹിച്ചത്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഒരു ജിഹ്വ എന്നോ അല്ലെ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നോ പറയത്തക്ക രീതിയിൽ പ്രവർത്തിച്ചിരുന്ന റേഡിയോ നിലയത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും കേരളത്തിലെ മലയാള പ്രക്ഷേപണം വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതിന് ഒരു നേതൃത്വം വഹിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഡോക്ടർ BV കേഷ്കർ എന്ന് പറയുന്ന അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി. 1952 മുതൽ 1962 വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് ഡോക്ടർ BV കേഷ്കർ. ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഇദ്ദേഹം ഈ സിനിമാ പാട്ടുകൾക്കെതിരായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ സിനിമാ സംഗീതം അല്ലെങ്കിൽ ഈ ലളിത സംഗീതം എന്നത് ആളുകളെ വഴിതെറ്റിക്കുകയും യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് റേഡിയോയിൽ അതിന് നിരോധനം ഏർപ്പെടുത്തി. ആളുകൾക്ക് സിനിമാ സംഗീതം ഏറ്റവും വലിയ ജനപ്രിയ സംഗീതമായിരിക്കുകയും സിനിമ ഏറ്റവും വലിയ ജനപ്രിയ കലാരൂപമായിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ സിനിമാ പാട്ടുകൾ ആളുകൾ മൂളി നടക്കുകയും സിനിമയുടെ പാട്ട് പുസ്തകം വില കൊടുത്ത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം ഇത്തരമൊരു നിലപാടെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചാൽ, ഈ ലളിത സംഗീതം അല്ലെങ്കിൽ സിനിമാ സംഗീതം ഇന്ത്യൻ സംഗീതത്തെ കളങ്കപ്പെടുത്തും, അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കളെ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ അത് ഈ റോക്ക് മ്യൂസിക്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള റോക്ക് സംഗീതത്തിൻ്റെ ഒരു അനുകരണമാണ്, അത് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും പോലെയുള്ള പരമ്പരാഗത സംഗീതത്തെ അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തെ നിലനിർത്തുന്നതിന് കൂടുതൽ സമയം വേണം എന്ന് പറഞ്ഞ് പ്രക്ഷേപണത്തിലെ ഒരു വലിയ സമയം അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്തു. അത് വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും റേഡിയോ ശ്രോതാക്കളുടെ എണ്ണത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണമായി. പക്ഷേ നമുക്കറിയാം, റേഡിയോ നിലയം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളെ പോലെ തന്നെ വളരെയധികം അധികാര കേന്ദ്രീകൃതമായ ഒരു സ്ഥാപനമായിരുന്നു അന്നും ഇന്നും. അന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഒരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് പാലിക്കുകയല്ലാതെ അതിനെ എതിർക്കാൻ ആർക്കും നിർവാഹമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സിനിമാ പാട്ടുകളെല്ലാം മാറ്റിവെക്കുകയും ഈ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ സംഗീത കച്ചേരികൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ മാത്രം പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ റേഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സിനിമാ സംഗീതത്തിൻ്റെ ആസ്വാദകരിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ ഒക്കെ വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ നയവുമായിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി, ഒരു 60കളിലൊക്കെ ആയപ്പോഴേക്കും ആകാശവാണിയുടെ ബഹുഭൂരിപക്ഷം ശ്രോതാക്കളും റേഡിയോ ശ്രീലങ്കയിലേക്ക് പോയി. അന്ന് റേഡിയോ സിലോണാണ്. അപ്പോൾ റേഡിയോ സിലോൺ എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ, എല്ലാ ദിവസവും ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക്, ഹിന്ദി, ബംഗാളി,
തമിഴ്, മലയാളം ഈ ഭാഷകൾക്കൊക്കെ വേണ്ടി പ്രത്യേക പ്രക്ഷേപണമുണ്ടായിരുന്നു. ശ്രീലങ്കയിൽ റേഡിയോ സ്റ്റേഷൻ വന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ശ്രീലങ്കയെ അല്ലെങ്കിൽ സിലോണിനെ കൈവശപ്പെടുത്തിയ സമയത്ത് ഏഷ്യയിലേക്കുള്ള വാർത്താ എന്താ പറയുക, ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ടെലിഫോൺ സംവിധാനം അല്ലെ ടെലികമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങൾ അയക്കുന്നതിന് വേണ്ടി 4 വലിയ പവർഫുൾ ട്രാൻസ്മിറ്ററുകൾ സ്ഥാപിച്ചു. മഹായുദ്ധം കഴിഞ്ഞു, ജപ്പാൻ അവിടെ വിട്ടുപോയി. അതിനുശേഷം ഈ ട്രാൻസ്മിറ്ററുകൾ ശ്രീലങ്കൻ ഗവൺമെൻറ് ഒരു ബാധ്യതയായി മാറി. അവരെന്ത് ചെയ്തു, ഇത് റേഡിയോ നിലയങ്ങളാക്കി മാറ്റുകയും അതിനെ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രക്ഷേപണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പരസ്യങ്ങൾ സ്വീകരിക്കുകയും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുകയും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുകയും ചെയ്ത് പ്രവർത്തിച്ച നിലയമാണ് ശ്രീലങ്ക പ്രക്ഷേപണ നിലയം. ഈ ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പരിപാടികൾ ഒരു 50കളിലും 60കളിലും 70കളിലുമൊക്കെ മലയാളികൾ സ്ഥിരമായി കേൾക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങോട്ട് മാറിയപ്പോൾ ഇവർ ഒരു പുനരാലോചന നടത്തുകയും 1957 വിവിധ് ഭാരതി സർവീസ് ആരംഭിക്കുകയും ചെയ്തു. വിവിധ് ഭാരതി സർവീസ് പ്രധാനമായിട്ടും സംഗീതത്തിന് വേണ്ടിയായിരുന്നു. അത് ബോംബെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു നിലയം 1966 ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് വരികയും ചെയ്തു. അങ്ങനെയാണ് പിന്നീടാണ് ഈ സിനിമാ ഗാനങ്ങൾക്ക് കുറേശ്ശെയെങ്കിലും അനുമതി ലഭിക്കുകയും സിനിമാ ഗാനങ്ങൾ തിരിച്ചു വരികയും ചെയ്തത്. പക്ഷേ ഇതോടൊപ്പം തന്നെ റേഡിയോയിൽ കാർഷിക വികസനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, യുവാക്കൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, ഇതെല്ലാം പ്രത്യേകം പരിപാടികളായി ആരംഭിക്കുകയായിരുന്നു. റേഡിയോ നിലയത്തിൽ ഇതിനെ സ്പെഷ്യൽ ഓഡിയൻസ് പ്രോഗ്രാം എന്നാണ് വിളിക്കുക. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ മാത്രം ചെയ്യാനായിട്ട് ഒരു ടീം അവിടെ ഉണ്ടാകും. അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ള പരിപാടികളാണ് ചെയ്യുക. നമുക്ക് ഓർമ്മയുണ്ടാകും, ഒരു കാലത്ത് റേഡിയോയിൽ ഈ ബാലലോകം അമ്മാവൻ വീരരാഘവൻ നായരും പി ഗംഗാധരൻ നായരും പി പത്മരാജനുമൊക്കെ അതിലെ ബാലലോകം അമ്മാവന്മാരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേരും ഈ ബാലലോകം അമ്മാവനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അമ്മാവൻ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് കത്ത് വായിക്കുന്നതും കുട്ടികളോട് സംസാരിക്കുന്നതും ഒക്കെ. അന്ന് 1960കളുടെ പകുതിയാകുമ്പോഴേക്കും കേരളത്തിൻ്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും റേഡിയോ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുമായിരുന്നു. റേഡിയോ ക്ലബ്ബുകൾക്ക് രജിസ്ട്രേഷനുണ്ട്. ഈ ക്ലബ്ബുകളിലെ നാട്ടിൻ പുറത്തെ കുട്ടികളെയെല്ലാം കൂടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുട്ടികളെയെല്ലാം കൂടെ സംഘടിപ്പിച്ച് ക്ലബ്ബുകൾ രൂപീകരിച്ച് ആ ക്ലബ്ബുകൾ എല്ലാ ആഴ്ചയിലും ഈ റേഡിയോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലലോകം അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാടി കേൾക്കുകയും ആ പരിപാടി കേട്ടിട്ട് ആ പരിപാടിയിൽ വന്ന അല്ലെങ്കിൽ കേട്ട ഇനങ്ങളെക്കുറിച്ച് കത്തുകൾ എഴുതി കത്തുകൾ ഈ റേഡിയോ അമ്മാവൻ അയച്ചു കൊടുക്കുകയും അമ്മാവൻ ഈ ബാലലോകം പരിപാടിയിൽ ഈ കത്തുകൾ വായിക്കുകയും അതൊരു വലിയ സംഭവമായിരുന്നു. ഒരു വലിയ മാറ്റത്തിന്, കുട്ടികളുടെ സർവ്വതോമുഖമായ പുരോഗതിക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ കലാവാസനയും സാംസ്കാരിക മേഖലയിലും മാറ്റം വരുത്തുന്നതിൽ കേരള സമൂഹത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പരിപാടിയാണ് ഈ ബാലലോകം. ഈ ബാലലോകത്തിലൂടെ വന്ന പല കുട്ടികളും പിന്നീട് വലിയ കലാകാരന്മാരായി മാറി എന്നുള്ളതാണ് ഒരു ചരിത്ര സാക്ഷ്യം. നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പം മോഹൻലാലിനെ പോലെയുള്ള നടൻ, അല്ലെങ്കിൽ പ്രിയദർശൻ, അതല്ലെങ്കിൽ KS ചിത്ര, ഇവരൊക്കെ ഈ ആകാശവാണിയിലെ ബാലലോകം പരിപാടി, ഞാൻ പേര് പറയാൻ വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെല്ലാം ഈ ബാലലോകം പരിപാടിയുടെ ഭാഗമായിട്ട് വന്നവരാണ്.